ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് പുള്ളിയുടെ കുട്ടിയായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെയായിരുന്നു ആ പുള്ളി ആ കുട്ടിയെ തലോടുന്നു, ഉറങ്ങിക്കിടക്കുവാണ്, എന്നാലും നമ്മൾ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നു. പക്ഷെ പുള്ളിക്ക് മനസ്സിലായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഈ പുള്ളി എനിക്ക് റോങ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന പുള്ളി ഒരു തമിഴനായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, പുള്ളി ഉറങ്ങുമായിരുന്നു, പുള്ളിയെ തട്ടി ഉണർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഈ പുള്ളിയുടെ കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പുള്ളിയുടെ റിലേറ്റീവ് ആണോ? അപ്പം പറഞ്ഞു അല്ല, കുട്ടി പുറകെ കിടന്നെയാ, ഈ പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, അവർ നേരത്തെ ഈ ട്രെയിനിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അയാളുടെ ബിഹേവിയർ ഓക്കെ ആവുന്നില്ല, അയാൾ റോങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ജസ്റ്റ് ഒന്ന് തല കുലുക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ശ്രദ്ധിക്കാതെ അതിൽ മൈൻഡ് ചെയ്യാതിരുന്നു. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ തൊട്ടേ എന്തോ ഒരു റോങ് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുമ്പോഴെല്ലാം പുള്ളി ഒരു സ്വന്തം മോളെ കെയർ ചെയ്യുന്ന പോലെ ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ പുള്ളി റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പിന്നെ എന്തോ ഒരു മാനസികമായിട്ട് എനിക്ക് എന്തോ കുട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ഞാൻ ഇതെല്ലാം മൊബൈലിൽ വീഡിയോ എടുക്കുമായിരുന്നു. കാരണം ഞാൻ പുള്ളിയെ നോക്കുമ്പോൾ പുള്ളി ഒന്നും അവിടെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തു. പുള്ളി വിചാരിച്ചു ഞാൻ ഫോണിൽ വീഡിയോ കാണുവാണെന്നാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടപ്പോൾ തന്നെ ഈ പുള്ളി വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്. അവിടുന്ന് അതായത് പുതപ്പോട് കൂടിയാണ് ഈ കുട്ടിയെ ട്രെയിനിന് ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുതപ്പോട് കൂടിയാണ് എടുത്തുകൊണ്ട് വന്നത് ആള്. എന്നിട്ട് ഈ പുതപ്പ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക് കുട്ടിയുടെ ശരീരത്തിൽ പിടിച്ചേക്കുവാണ് കൈ. റൈറ്റ് ഹാൻഡിൽ ഷോൾഡറിലേക്ക് ഈ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിച്ചിട്ട് ഈ റൈറ്റ് ഹാൻഡ് കുട്ടിയുടെ ശരീരത്തിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പുള്ളി ഇങ്ങനെ കാണിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഈ കുട്ടി ഇട്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടീഷർട്ടും ഒരു കുഞ്ഞു ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്. ഈ പുള്ളി ഈ അകത്ത് കയറ്റി ഈ വലത് കൈ കൊണ്ട് പുള്ളി കുഞ്ഞിന്റെ ഷോർട്സിനകത്തൂടെ പ്രൈവറ്റ് പാർട്സിലേക്ക് കൈ പോവായിരുന്നു. അപ്പൊ തന്നെ എനിക്കത് കണ്ട് ഇങ്ങനെ റോങ് കാണുമ്പോൾ പ്രതികരിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. എല്ലാവരും വീഡിയോ എടുത്ത് പോസ്റ്ററാണ് നോക്കുന്നത്. നിങ്ങൾ ഒരു അമ്മ ആയതുകൊണ്ടാണ്. ഈ ധൈര്യമാണ് എല്ലാ സ്ത്രീക്കും വേണ്ടത്. ആ കുട്ടിയുടെ കൂടെ ആരുമില്ലേ? അപ്പോൾ പ്രതികരിക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഒരുപാട് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ പ്രതികരിച്ചു. ഒരു അനിയൻ എന്ന നിലക്ക് ഒന്നും പറയാനില്ല. ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ. എനിക്ക് 4 വയസ്സുള്ള ഒരു അനിയനുണ്ട്. നിങ്ങൾ ആരാ അറിയില്ല, നിങ്ങൾ എവിടെയുള്ളതാ അറിയില്ല. പക്ഷേ ഈ ലോകത്തിലെ എല്ലാ അമ്മമാരുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും. പ്രതികരിക്കാൻ കാണിച്ച ധൈര്യം മനസ്സിന് ബിഗ് സല്യൂട്ട്. എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ധൈര്യം വേണം. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ തന്നെ വേണ്ടി വന്നു. നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വേറൊരു വാർത്തയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുക. ധീരതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. ഇതുപോലെ ആവട്ടെ എല്ലാ സ്ത്രീകളും. സ്വന്തം ബന്ധുക്കൾക്ക് പോലും കുട്ടികളെ കയ്യിൽ കൊടുക്കാൻ പേടിയാണ്. പിന്നെ എങ്ങനെ തോന്നി ഇതുപോലുള്ള അവൻ്റെ കയ്യിൽ കുട്ടിനെ കൊടുക്കാൻ? അതും അറിയാത്ത ഒരുത്തൻ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.